നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കൺസൾട്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ച എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ 20 ഒഴിവുകളാണുള്ളത്. താൽപ്പര്യമുള്ള അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ രേഖകൾ സഹിതം chqrect@aai.aero@gmail.com എന്ന ഇമെയിൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഏപ്രിൽ 2-ാം തീയതിയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി. കൂടുതൽ വിശദാംശങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാം. അപേക്ഷിക്കേണ്ട ഇമെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എയർപോർട്ട് അല്ലെങ്കിൽ ഫീൽഡ് സ്റ്റേഷൻ ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എന്നിവയിൽ 10 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള വിരമിച്ച സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ഡിഫൻസ് ജീവനക്കാർക്ക് അപേക്ഷിക്കാം. എഴുത്തു പരീക്ഷ ഉണ്ടാവില്ല. അഭിമുഖത്തിലെ മികവ് അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ്. 65 വയസ്സാണ്. തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി. 75,000 രൂപയാണ് ശമ്പളം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ഒഴിവുകളുണ്ട്. വർക്ക് നിയർ ഹോം പ്രൊജക്ടിന്റെ ഭാഗമായാണ് നിയമനം. തസ്തിക, യോഗ്യത, ആർക്കൊക്കെ അപേക്ഷിക്കാം തുടങ്ങിയ വിശദവിവരങ്ങൾ ഇങ്ങനെയാണ്. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 1 ഒരു ഒഴിവാണുള്ളത്. BTech അല്ലെങ്കിൽ MBA പഠിച്ചവർക്ക് അപേക്ഷിക്കാം. 10 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ആൻഡ് റിസർച്ച് പ്രോജക്റ്റ് മാനേജർ തസ്തികയിലേക്ക് പ്രവൃത്തി പരിചയം ആവശ്യമാണ്. നന്നായി ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടായിരിക്കണം. കൂടാതെ ഒരു ടീമിനെ നയിക്കാൻ ശേഷിയുള്ള ആളുമാകണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1,25,000 രൂപ മുതൽ 1,50,000 രൂപ വരെ മാസ ശമ്പളം ലഭിക്കും. അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 50 വയസ്സാണ്. സീനിയർ ഗ്രേഡ് മാനേജർ 1 തസ്തികയിലേക്ക് 2 ഒഴിവുകളാണുള്ളത്. BTech അല്ലെങ്കിൽ MBA ആണ് യോഗ്യത. ബിസിനസ് ഡെവലപ്മെന്റ്, സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് മേഖലയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 90,000 രൂപ മുതൽ 1,00,000 രൂപ വരെ ശമ്പളമായി ലഭിക്കും. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. കൂടുതൽ വിവരങ്ങൾക്ക് നോക്കേണ്ട വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ഒഴിവുകളുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ തദ്ദേശകം മാസികയുടെ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിനായി കണ്ടന്റ് ക്രിയേറ്റർമാരെ നിയമിക്കുന്നു. താൽക്കാലിക നിയമനമാണ്. ജേർണലിസത്തിൽ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്തര ഡിപ്ലോമയും ഉള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്ന മാതൃകാപരമായ വിവിധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ മാസികയിലേക്ക് ആവശ്യമായ ഉള്ളടക്കങ്ങൾ ശേഖരിച്ച് നിശ്ചിത സമയത്തിനകം ലേഖനങ്ങളും മറ്റും തയ്യാറാക്കി നൽകുകയാണ് വേണ്ടത്. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഒരു ലേഖനത്തിന് 1000 രൂപ പ്രതിഫലം ലഭിക്കും. ചീഫ് ഓഫീസർ, കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് പബ്ലിക്കേഷൻ റിലേഷൻസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സ്വരാജ് ഭവൻ, നന്ദൻകോട് പോസ്റ്റ്, തിരുവനന്തപുരം 695003 എന്ന വിലാസത്തിലാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 31 താൽക്കാലിക നിയമനങ്ങളുമുണ്ട്. തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഒഴിവുകളുണ്ട്. പ്ലംബർ കം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ, ഇലക്ട്രീഷ്യൻ കം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് നിയമനം. ഏപ്രിൽ 9 അഭിമുഖം നടത്തുന്നത്. യോഗ്യത SSLC പാസ്സായിരിക്കണം. പ്ലംബർ, ഇലക്ട്രീഷ്യൻ ഗ്രേഡ് സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ അഭികാമ്യമാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിലേക്കുള്ള Gmail ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാനേജർ തസ്തികയിലേക്കുള്ള വെബ്സൈറ്റിൻ്റെ IDയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.